വയനാട്ടിലെ ജനവാസ കേന്ദ്രമായ പച്ചിലക്കാട് പടിക്കം വയലിലിറങ്ങിയ കടുവയ്ക്കായി തിരച്ചിൽ. മേഖലയിലെത്തിയത് വയനാട് വന്യജീവി സങ്കേതത്തിലെ കടുവയെന്ന് തിരിച്ചറിഞ്ഞു. 5 വയസ്സ് പ്രായമുള്ളതാണ് കടുവ. 5 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കടുവ ചീക്കല്ലൂർ വയലിൽ ജനവാസ കേന്ദ്രത്തിലെത്തിയതോടെ ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിജന പ്രദേശത്ത് ഭാരതീയ ന്യായ സംഹിത വകുപ്പ് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളതായി അറിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുവാനോ തനിച്ച് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുവാനോ പാടില്ല എന്ന് അറിയിക്കുന്നു. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതിനാൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെ പുളിക്കൽ എന്ന് പറയുന്ന വയലിൻ്റെ നടുക്കിലുള്ള ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്താണ് കടുവ നിലവിൽ റെസ്റ്റിംഗ് പൊസിഷനാണ്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ഭാഗങ്ങളെല്ലാം തന്നെ കോർഡൺ ഓഫ് ചെയ്ത് സ്റ്റാഫിനെ നിർത്തി അങ്ങോട്ടേക്ക് പോകാതെ നോക്കിക്കൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നീർവാരം ഭാഗത്തേക്ക് ഹാർഡ്ലി 1 to 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ മിനിമം ഡിസ്റ്റർബൻസ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നൈറ്റിലൂടെ അത് അങ്ങോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം. പിടികൂടേണ്ട ആവശ്യം ഇപ്പോഴില്ല. എന്നിരുന്നാലും കുങ്കിയാനകളെല്ലാം തന്നെ സജ്ജമാണ്. 2 കുങ്കിയാനകൾ വിക്രം ഭരത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഏകദേശം 80 സ്റ്റാഫ് ഇവിടെ പാർക്കുന്നുണ്ട്. നേരത്തെ അവിടെ വന്നിട്ടുള്ള കടുവ തന്നെയാണ് നമ്മൾ കൺഫേം ചെയ്തിരുന്നത്. അതെ, ഇന്നലെ നമ്മൾ കൺഫേം ചെയ്ത വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി 112 എന്ന് പറയുന്ന കടുവ തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്തത്. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സംസ്ഥാനത്ത് വന്യജീവി ആക്രമണ ഭീഷണി ഉയരുന്നത്. ഈ വയനാട്ടിലെ ജനവാസ കേന്ദ്രത്തിലേക്കാണ് ഈ കടുവ എത്തിയിരിക്കുന്നത്. ഇപ്പോഴെവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ, തിരിച്ചറിയാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്? ടോം, കഴിഞ്ഞ 2 ദിവസമായി ഒരു ഗ്രാമത്തിന് മുഴുവൻ ഭീതിയിലാഴ്ത്തിയ കടുവയെ ഇപ്പോൾ കണ്ടെത്താനായി എന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം പടിക്കം വയൽ എന്ന ഗ്രാമത്തിലായിരുന്നു ഈ കടുവയെ കണ്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിക്ക്. എന്നാൽ ഈ കടുവയ്ക്കായുള്ള തെരച്ചിൽ വൈകിട്ട് വരെ നടന്നെങ്കിലും കടുവയുടെ ഒരു ചിത്രം മാത്രം ഡ്രോണിൽ പതിഞ്ഞെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. അതിന്റെ സഞ്ചാരപഥം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് നേരം വെളുക്കുന്നത് വരെ തന്നെ തെരച്ചിൽ തുടർന്നിരുന്നു. അതിനുശേഷം പിന്നെ കടുവയുടെ ഒരു സാന്നിധ്യം കാണുന്നില്ല. പിന്നീട് കടുവയുടെ കാൽപാദം അന്വേഷിച്ച് നടന്നപ്പോഴാണ് തൊട്ടടുത്തൊരു, അതായത് 2 കിലോമീറ്റർ ദൂരത്തുള്ള ചീക്കല്ലൂർ എന്ന ഗ്രാമത്തിലേക്ക് ഈ കാൽപാദങ്ങൾ കാണുന്നത്. അങ്ങനെ അവിടെ എത്തി ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഒരു കാട്ടിൽ നിന്നും, അതായത് ഒരു വ്യക്തിയുടെ പറമ്പിൽ നിന്നും താഴേക്ക് ചാടുന്ന ഒരവസ്ഥ കണ്ടു. അതിനുശേഷം ഇപ്പോൾ കടുവ ഈ ചീക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, പുളിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു വയലിനോട് ചേർന്ന കുറ്റിക്കാട്ടിൽ ഇപ്പോൾ ഈ കടുവ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ സന്നാഹങ്ങളോടെ തന്നെ വനംവകുപ്പും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉണ്ട്. ജനങ്ങളെല്ലാവരും വീട്ടിനകത്താണ്. ജനങ്ങൾ ആരും പുറത്തേക്ക്. അതൊരു പരിധിവരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ലേ ജയരാജ്? കാരണം കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിടികൂടുക എന്ന് പറയുന്ന അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ദുഷ്കരമാണോ കാര്യങ്ങൾ? തീർച്ചയായും ടോം, ഒരു കടുവയെ പിടികൂടുക എന്ന് പറയുന്നത് നമുക്കറിയാം, കടുവ ഒരു ആക്രമകാരിയാണെങ്കിൽ മാത്രമാണ് കൂടുതലായും ഇതിനെ വെടിവെച്ച് കൊല്ലുന്നതും അല്ലെങ്കിൽ പിടികൂടുന്നത്. നമുക്കറിയാം വയനാട്ടിൽ തന്നെ പല ആളുകളെ തന്നെ കടുവ ഭക്ഷിച്ച ചരിത്രം പോലും സമീപ വർഷങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കടുവയെ കുറിച്ച് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത് ഒരു ഉപദ്രവകാരിയായ കടുവ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ വനത്തിലേക്ക് കയറ്റിവിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം ഈ 2 ദിവസം ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടും ഒരു വന്യമൃഗത്തെയോ അല്ലെങ്കിൽ മനുഷ്യനെ ഒന്നും ആക്രമിക്കാൻ ഈ കടുവ മുതിർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സമാധാനപരമായി കടുവ നീങ്ങുന്ന ഒരവസ്ഥയാണുള്ളത്. ഇവിടെ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ കൂടി പോയാൽ നീർവാരം എന്ന വനപ്രദേശമുണ്ട്. അവിടേക്ക് ഈ കടുവയെ തുരത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ്. എന്നാൽ തീർച്ചയായും കടുവ മറ്റിടങ്ങളിലേക്ക് പോരുകയാണെങ്കിൽ ഒരുപക്ഷെ മയക്കുവെടി വെക്കുകയോ അല്ലെങ്കിൽ കൂട് വെച്ച് പിടിക്കാനുള്ള ശ്രമമോ നടത്തും. പക്ഷേ ഇനി 2 കിലോമീറ്റർ മാത്രം ദൂരം ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ കടുവ വിശ്രമിക്കുന്നത്. ഇപ്പൊ അത് വിശ്രമിക്കുന്ന ഒരു സമയമാണ്. കടുവകളുടെ ഒരു പ്രജനന കാലത്ത് കടുവകൾ ഇത്തരത്തിൽ ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ കടുവ സമാധാനപരമായി എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് വനംവകുപ്പുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ടൈം എടുത്താലും അതിനെ കാട്ടിലേക്ക് സുരക്ഷിതമായിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ DFO തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ല മറ്റ് വനത്തിലേക്കോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തേക്കൊക്കെയാണ് കടുവ പോകുന്നതെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ 2 ദിവസം വീതിയിലായെത്തിയ കടുവയെ ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ സന്നാഹങ്ങളുമുണ്ട്. കുങ്കിയാനകളടക്കമുള്ള സന്നാഹങ്ങളുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള എല്ലാ സന്നാഹങ്ങളുമുണ്ട്. പക്ഷേ വനംവകുപ്പിന്റെ ഒരു കാര്യമെന്ന്
പറയുന്നത് അവർ വനത്തിലേക്ക് അതിനെ കടത്തിവിടാൻ അതിന്റെ പുറകെ തന്നെ നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. യെസ്, എന്തായാലും ജയരാജ് ബത്തേരി സൂചിപ്പിക്കുന്ന പോലെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. വയനാട്ടിലെ ജനവാസ കേന്ദ്രമായ പച്ചിലക്കാട് പടിക്കം വയലിലിറങ്ങിയ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം ഇപ്പോൾ വനംവകുപ്പ് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് 2 കിലോമീറ്റർ മാറി കടുവ വിശ്രമിക്കുന്നുണ്ട്. അതൊരു കുറ്റിക്കാട്ടോട് ചേർന്നാണ് വിശ്രമിക്കുന്നത്. കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും വനംവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും കടുവ ഉൾവനത്തിലേക്ക് തിരികെ പോകുമെന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ